കേരളത്തിലെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തീരദേശങ്ങളിലാണെങ്കിലും മലനാട്ടിലാണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ്. കിണറിടിഞ്ഞ് പോവുക, തീരദേശങ്ങൾ ഇടനാട് പ്രദേശങ്ങളിലെ കിണറുകൾ ഇടിഞ്ഞ് താഴുക, അതുപോലെ തന്നെ മറ്റ് പല രൂപത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലുമൊക്കെ അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ ശക്തമായ നീരൊഴുക്കാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ 90 മില്ലിമീറ്റർ മഴ വരെ പെയ്ത സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിരുന്നു. ശക്തമായ മഴയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ശക്തമായ മഴയെ താങ്ങുവാനുള്ളൊരു ശക്തി കേരളത്തിനില്ല. ഏതെല്ലാം തരത്തിലില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, കേരളത്തിൻ്റെ ഭൂവിനിയോഗത്തിൽ അതീവ ഗുരുതരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗുരുതരമായ മാറ്റം സംഭവിച്ചപ്പോൾ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, മഴയെ കരുതുവാനുള്ള ശക്തി കുറഞ്ഞു വരുന്നു, ഇടം കുറഞ്ഞു വരുന്നു എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. ഭൂഗർഭജലത്തിലുണ്ടാകുന്ന വ്യതിയാനവും അതിൻ്റെ കുറവും അക്വിഫറുകളിൽ വരുന്ന ജലഭ്രതത്തിൽ അല്ലെങ്കിൽ ഈ അക്വിഫർ അതായത് ഭൂഗർഭജലത്തിലുണ്ടാകുന്ന വ്യത്യാസവും വലിയ ഒരു നീരട്ടി എന്ന വാക്കാണ് കുറച്ചുകൂടി മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. നീരട്ടിയിലുണ്ടാകുന്ന വ്യത്യാസവുമൊക്കെ വലിയ പ്രതിസന്ധിയാണ്. പെട്ടെന്ന് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ, ചെറിയ സ്ഥലത്താണ് മഴ, കുറഞ്ഞ സമയം കൊണ്ടാണ് വലിയ മഴ. ഇങ്ങനെ മഴ വരുമ്പോൾ അത് ആരോഗ്യത്തെ നന്നായി ബാധിക്കാം. നമുക്ക് അമീബ മസ്തിഷ്ക ജ്വരം മുതൽ അതുപോലെ തന്നെ നമുക്ക് വളരെ ന്യൂമോണിയ മുതൽ വളരെ വ്യത്യസ്ത തോതിലാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും വരുന്നത്. ഇതിന് കാലാവസ്ഥയുമായും ഈ മാറി മാറി വരുന്ന മഴ, പെട്ടെന്ന് മഴ, അത് കഴിഞ്ഞ് ചൂട്, മഴ, ചൂട്, ഈ മാറി വരുന്നത് അഡോപ്റ്റ് ചെയ്യാൻ നമ്മളുടെ അല്പരോഗമുള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും സീനിയർ സിറ്റിസനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകും. ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങളുണ്ടാകും. ഡാമുകൾ 10 ഡാമുകളാണ് കേരളത്തിൽ തുറന്നിരിക്കുന്നത്. അതിൽ KSEBിയുടെ 4 ഡാമുകളുണ്ട്, ഇറിഗേഷൻ്റെ 6 ഡാമുകളുണ്ട്. അലർട്ട് കൊടുത്തിരിക്കുന്നു. 10 തുറന്നിട്ടില്ല, പക്ഷേ അലർട്ട് കൊടുത്തിരിക്കുന്നു. 10 ഡാമുകളിൽ അലർട്ട് കൊടുത്തിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ വലിയ അലർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളം അനുനിമിഷം അതിൻ്റെ ഡാം നിറയുന്നു. ഇപ്പോൾ 76-80% വെള്ളമുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരുപാട് കൊണ്ടുപോകാനും പറ്റില്ല. മുല്ലപ്പെരിയാറിൽ അങ്ങനെ ഒരുപാട് ജലം നിറയ്ക്കാനും പറ്റാത്തൊരു ഡാമാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചൊക്കെ, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്, ഒരു ആശങ്കകളുണ്ട്. അപ്പോൾ അത് വേറൊരു വിഷയം നിൽക്കുന്നു. അപ്പോൾ കാച്ച്മെൻ്റ് ഏരിയയിൽ വലിയ മഴ പെയ്യുന്നു. ആളുകളും ഇത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിതെല്ലാം പറയുമ്പോഴും നമുക്കൊരു അവധി കൊണ്ടോ ഒരു റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, അല്ലെങ്കിൽ യെല്ലോ അലർട്ട്, മഞ്ഞ അലർട്ട് എന്നൊക്കെ പറഞ്ഞ് അലർട്ടുകളിൽ മാത്രം നിൽക്കുന്നതല്ലാതെ ഗൗരവതരമായൊരു തയ്യാറെടുപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, ഭരണാധികാരിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇനി മഴയെ പഠിക്കുന്ന, മഴയെക്കൂടി മനസ്സിലാക്കുന്ന, ആ മഴയുടെ ദുരിതങ്ങൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠനരംഗത്തും വരേണ്ടതുണ്ട്. ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്, ജനങ്ങൾ പഠിക്കേണ്ടതുമുണ്ട്. പക്ഷേ അതിനകത്തുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. മഴയെ കരുതുക എന്ന് പറഞ്ഞാൽ മഴവെള്ള സംഭരണ ആ അർത്ഥത്തിലല്ല പറയുന്നത്. മഴയുടെ വരവിനെ, നിൽപ്പിനെ, പോക്കിനെയൊക്കെ മനസ്സിലാക്കുന്ന, മഴയെക്കൂടി മനസ്സിലാക്കുന്നൊരു സമൂഹമായി നമുക്ക് മാറിക്കൊണ്ട് മാത്രമേ ഈ മഴ ദുരിതങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. എന്തായാലും മഴയുടെ വരവിലും നിൽപ്പിലും പോക്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലപരവും കാലികവുമായ ഈ സ്പെഷ്യോ ടെമ്പറലായിട്ടുള്ള ഈ വ്യതിയാനത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. അത് മലനാടെടുത്താലും ഇടനാടെടുത്താലും തീരപ്രദേശമെടുത്താലും ഓരോ പ്രദേശത്തിനും അനുഗുണമായി വളരെ വ്യത്യസ്തമായ പാരിസ്ഥിതിക, ആവാസ വ്യവസ്ഥപരമായ, ആരോഗ്യകരമായ, സാമ്പത്തികമായ, സാമൂഹ്യമായ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പഠിച്ച് മനസ്സിലാക്കി പ്രതിരോധിക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അത് മലയാളി അല്ലെങ്കിൽ കേരളീയർ എത്ര കണ്ട് ചെയ്യും എന്നതിനനുസരിച്ചാണ് നമ്മുടെ ഭാവിയുടെ നിലനിൽപ്പും സുസ്ഥിരതയും.